നമസ്കാരം. ഇന്നത്തെ തൃശൂർ വാർത്തകളിലേക്ക് സ്വാഗതം. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ നടക്കാറുള്ള പുലിക്കളിയും ഓണത്തിന്റെ ഭാഗമായ കുമ്മാട്ടിയും ഇത്തവണയില്ല. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി അടക്കമുള്ള എല്ലാ ഓണാഘോഷ പരിപാടികളും ഒഴിവാക്കാൻ തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചതായി മേയർ MK വർഗീസ് അറിയിച്ചു. മഴ ശമിച്ചതോടെ നഗരത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ജാതി മരങ്ങളിൽ വ്യാപകമായി ഇല പൊഴിച്ചിൽ. ഏക്കർ കണക്കിന് തോട്ടങ്ങളിൽ പ്രശ്നമുണ്ട്. പടിഞ്ഞാറെ ചാലക്കുടി, തോട്ടവീതി, കോട്ടാറ്റ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. മുൻപും മഴയ്ക്കു ശേഷം ഈ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ചില മരങ്ങൾ നശിക്കുകയും ചെയ്തു. അവശേഷിച്ചവയിൽ കായ്ഫലം കുറയുകയായിരുന്നു. ഇതുകാരണം വൻ സാമ്പത്തിക നഷ്ടമാണ് മേഖലയിലെ കർഷകർക്കുള്ളത്. കുമിൾ ബാധയാണു കാരണം എന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. പുതുക്കാട് വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം ഓണത്തിന് മുൻപ് നിർമ്മാണം ആരംഭിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചതായും MLA അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ ഇതിനായി നീക്കിവച്ചിരുന്നു. ചേലക്കര സ്കൂൾ വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ച ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9-ന് മേപ്പാടത്താണ് സംഭവം. നിയന്ത്രണം തെറ്റി സമീപത്തെ മതിലിലിടിക്കുകയായിരുന്നു. 5 വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റു. പങ്ങാരപ്പിള്ളി സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ചാവക്കാട് മമ്മിയൂർ ആനക്കോട്ട പരിസരത്തുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റവരുമായി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസ് മതിലിലിടിച്ച് 6 പേർക്ക് പരിക്ക്. ചാവക്കാട് ഓവുങ്ങൽ മസ്ജിദിന് സമീപമാണ് അപകടം. ആംബുലൻസ് കാറിനു പിന്നിലിടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ വീട്ടുമതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. അപ്പോളോ ടയേഴ്സ് പേരാമ്പ്ര യൂണിറ്റിലെ പ്ലാന്റിൽ വെള്ളിയാഴ്ച രാവിലെ തീപിടുത്തമുണ്ടായി. പ്ലാന്റിലെ അഗ്നിസുരക്ഷാ ഉപകരണങ്ങൾ തൊഴിലാളികൾ തന്നെ ഉപയോഗിച്ച് തീ ആളിപ്പടരുന്നത് നിയന്ത്രിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. പ്ലാന്റിനകത്തെ D ഡിവിഷനിൽ ബയസ് കട്ടർ സെക്ഷനിൽ രാവിലെ 8:35 സീലിംഗിലാണ് തീ പടർന്നത്. മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ 28ാമത് ഗുരുദർശന അവാർഡ് ഷൗക്കത്ത് രചിച്ച ബുദ്ധസമ്യക്കായ ജീവിത വീക്ഷണം എന്ന കൃതിക്ക് ലഭിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ശ്രീനാരായണ ഗുരുജയന്തി ദിനത്തിൽ മേത്തല സമാജം ഹാളിൽ രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും. ഇതോടൊപ്പം മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും നടക്കും. സുനിൽ P ഇളയിടം ചെയർമാനായ സമിതിയാണ് കൃതി തെരഞ്ഞെടുത്തതെന്ന് ജൂറി അംഗങ്ങൾ വെളിപ്പെടുത്തി. ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളുകയും കത്തിക്കുകയും ചെയ്യുന്നത് പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തി. മാലിന്യം തള്ളിയ ചാവക്കാട്ടെ സൂപ്പർ മാർക്കറ്റുകാരെ കൊണ്ട് അവ തിരിച്ചടിപ്പിക്കുകയും 25,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലാണ് സംഭവം. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളുന്നതും കത്തിക്കുന്നതും കയ്യോടെ പിടികൂടിയത്. ശക്തമായ മഴയും വെള്ളക്കെട്ടും മൂലം ഉരുക്കൾ നഷ്ടപ്പെട്ട മൃഗസംരക്ഷണ മേഖലയിലെ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നു. മൃഗാശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം, ഫോട്ടോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇതേ ആവശ്യത്തിന് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം സഹിതം അടുത്തുള്ള മൃഗാശുപത്രികളിൽ ഉടൻ നൽകണം. ആമ്പല്ലൂർ അപകടത്തിൽ പരിക്കേറ്റയാൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്നതിനിടെ നേഴ്സിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി. നടു റോഡിൽ ഭീകര അന്തരീക്ഷവുമുണ്ടാക്കി. പോലീസ് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തയാളെ കോടതി റിമാൻഡ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം കാഞ്ഞിരംകുളം കണ്ണൻ കോട്ടേജിൽ ഷിബു S നായരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം 3 പീടിക ജംഗ്ഷൻ വീതി കൂട്ടുന്നതിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. 3 പീടിക ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള നടപടി എന്ന നിലയിലാണ്
3 പീടികയിൽ നിന്ന് ഇരിങ്ങാലക്കുട റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വീതി കൂട്ടുന്നത്. ഇതിനായി സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സർക്കാർ 2 കോടി അനുവദിച്ചിട്ടുണ്ട്. പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് ഇരിങ്ങാലക്കുട സെക്ഷൻ സർവേ നടപടികൾ ആരംഭിച്ചു. ചേർപ്പ് പള്ളിവളവിൽ വീണ്ടും ബസിൽ നിന്ന് തെറിച്ചു വീണ് അപകടം. ചേർപ്പ് പാലം സ്റ്റോപ്പിന് സമീപം മാപ്രാണത്തുകാരൻ അന്തോണിക്കാണ് പരിക്കേറ്റത്. തൃശൂരിൽ നിന്ന് തൃപ്രയാർക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിലെ തുറന്നിട്ട വാതിലിലൂടെ റോഡിലേക്ക് വീഴുകയായിരുന്നു. തലയ്ക്കും കൈയിനും പരിക്കേറ്റ അന്തോണി കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വല്ലച്ചിറ പട്ടളങ്ങാടിയിലെ റോഡരികിൽ പഞ്ചായത്തും ആരോഗ്യ വകുപ്പും നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളിയ ഒട്ടേറെ പേർ പിടിയിൽ. മാലിന്യം വലിച്ചെറിഞ്ഞ 6 പേരെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. പിടിയിലായവരിൽ പെരിഞ്ചേരി, ചെറുശ്ശേരി, ഒല്ലൂർ, ഊരകം, പെരുമ്പിള്ളിശ്ശേരി എന്നിവിടങ്ങളിലെ സ്വകാര്യ വ്യക്തികളും കടയുടമകളുമുണ്ട്. ഓരോരുത്തരിൽ നിന്നും 10,000 രൂപ വീതം പിഴ ഈടാക്കാനാണ് പഞ്ചായത്ത് തീരുമാനം. റോഡരികിൽ മാലിന്യം തള്ളുന്നത് മൂലം പ്രദേശത്തുള്ളവർ വർഷങ്ങളായി ബുദ്ധിമുട്ടിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ള സ്ക്വാഡാണ് പിഴയിട്ടത്. തൊഴുപ്പാടം സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ചോർന്ന് അടുക്കളയിൽ തീ പടർന്നു. പരക്കാട് പൂവത്താണി മുണ്ടക്കൽ ശാന്തകുമാരിയുടെ വീട്ടിലാണ് തീ പടർന്നത്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. അടുക്കളയിലെത്തി പാചകം ചെയ്യാനായി ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നതിനിടെ തീ പടരുകയായിരുന്നു. ഉടൻ ചാക്കെടുത്ത് ഗ്യാസ് സിലിണ്ടർ മൂടി ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി. ഗ്യാസ് ചോർച്ചയ്ക്കുള്ള കാരണം വ്യക്തമല്ല. ചേലക്കര പോലീസും വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശാന്തകുമാരി ഒറ്റയ്ക്കാണ് വീട്ടിൽ. പുത്തൻചിറ വിക്ടറി നഗർ വിഷ്ണുമായ ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമവും ആനയൂട്ടും ശനിയാഴ്ച നടക്കും. രാവിലെ 4:30 മുതൽ 6 വരെ മഹാഗണപതി ഹോമം, 9-ന് ആനയൂട്ട് എന്നിവയാണ് ചടങ്ങുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.